നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായിരുന്ന സാർക്കിലെ 7 അയൽ രാജ്യ തലവന്മാരെയും സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നയതന്ത്ര രംഗത്ത് പുത്തൻ ഉണർവ് സൃഷ്ടിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ആദ്യ ഊഴം 2014 ആരംഭിച്ചത്. വിദേശ നയത്തിൽ അദ്ദേഹം ഒരു പരാജയമായിരിക്കുമെന്ന വിമർശനത്തിനുള്ള മറുപടി കൂടിയായിരുന്നു നയതന്ത്ര ലോകത്തെ എല്ലാം ഞെട്ടിച്ചുകൊണ്ടുള്ള ആ നീക്കം. വൈകാതെ തന്നെ അയൽപ്പക്കം ആദ്യമെന്ന നയം ഭാരതം പ്രഖ്യാപിച്ചു. തുടർന്ന് തന്റെ ആദ്യ വിദേശയാത്രയ്ക്കായി ഭൂട്ടാനെ തെരഞ്ഞെടുത്തുകൊണ്ട് ആ നയത്തെ അദ്ദേഹം പ്രായോഗിക തലത്തിലെത്തിച്ചു. ഇതിന്റെ ഭാഗമായി പാകിസ്ഥാനിലേക്കും 2015 മോദി യാത്ര ചെയ്തു. 2019 സത്യപ്രതിജ്ഞയ്ക്കും ഈ പതിവ് തെറ്റിച്ചില്ല. ബിംസ്റ്റെക് അഥവാ ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ എന്ന കൂട്ടായ്മയിലെ രാജ്യങ്ങളായ ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളെയാണ് അദ്ദേഹം തലസ്ഥാന നഗരിയിലേക്ക് ക്ഷണിച്ചത്. ഭാരതത്തിന്റെ ആക്ട് ഈസ്റ്റ് നയം തുടങ്ങിയ ഒരുപിടി നയങ്ങളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആ നീക്കവും. എന്നാൽ ഇത്തവണ ഒരു പടി കൂടി കടന്നുകൊണ്ട് മൗറീഷ്യസ്, ശ്രീലങ്ക, മാലിദ്വീപ്, സീഷെൽസ്, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇല്ലെന്നുള്ളതായിരുന്നു 2019 ഇത്തവണത്തെയും ചടങ്ങുകളുടെ പ്രധാന പ്രത്യേകത. ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന പാക് ഭരണകൂടത്തോടുള്ള മുൻ നിലപാട് ഇനിയും തുടരുമെന്ന സന്ദേശമാണ് നയതന്ത്ര ലോകത്തിന് മോദി സർക്കാർ നൽകിയത്. ഭീകരവാദം അവസാനിപ്പിക്കാതെ പാകിസ്ഥാനോട് ചർച്ചയില്ലെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപിത നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന തീരുമാനമാണിത്. ഇസ്ലാമിക ഭീകരവാദ സംഘടനയായ താലിബാന്റെ പിടിയിലായ അഫ്ഗാനിസ്ഥാനെയും ഇപ്രാവശ്യം ഒഴിവാക്കി. ഭാരതത്തോട് കര അതിർത്തി പങ്കിടുന്ന അയൽരാജ്യങ്ങൾക്കൊപ്പം സാഗർ അഥവാ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഓഫ് ഓൾ ഇൻ ദി റീജിയൻസ് എന്ന കൂട്ടായ്മയ്ക്ക് കീഴിൽ വരുന്നതും ഭാരതവുമായി സമുദ്ര അതിർത്തി പങ്കിടുന്നതുമായ രാജ്യങ്ങളെയാണ് ഇത്തവണ മോദി ക്ഷണിച്ചതെന്നുള്ളതാണ് ശ്രദ്ധേയം. ഈ രാജ്യങ്ങളുമായുള്ള സഹകരണത്തിന് ന്യൂഡൽഹിക്ക് കൂടുതൽ താല്പര്യമുണ്ടെന്ന സന്ദേശം കൂടിയാണ് ഇതിലൂടെ പ്രധാനമന്ത്രി നൽകിയത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രങ്ങളായ സീഷെൽസ്, മൗറീഷ്യസ്, ശ്രീലങ്ക എന്നിവിടങ്ങളിലെ സന്ദർശനത്തിനിടെയാണ് സാഗർ എന്ന തന്റെ വീക്ഷണം 2015 മോദി പ്രഖ്യാപിച്ചത്. എല്ലാ മേഖലകളിലും പരസ്പര സഹകരണം മെച്ചപ്പെടുത്തുന്നതിനും നമ്മുടെ കഴിവുകൾ മേഖലയിലെ എല്ലാവരുടെയും പ്രയോജനത്തിനായി വിനിയോഗിക്കുന്നതിലും വേരൂന്നി നിൽക്കുന്നതാണ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഇന്ത്യൻ മഹാസമുദ്രം അടങ്ങുന്ന ഇൻഡോ പസഫിക്കിൽ ഭാരതത്തിന്റെ സാമ്പത്തികവും സൈനികവുമായ ദേശീയ താൽപര്യങ്ങളുടെ പൂർത്തീകരണമാണ് ഈ അയൽരാജ്യങ്ങളെ കൂടെ നിർത്തുന്നതിന് പിന്നിലെ പ്രധാന ഉദ്ദേശം. ഇതുകൂടാതെ ഡൽഹിയിൽ നടന്ന G20 സമ്മേളനത്തിന്റെ ഭാഗമായി ഭാരതത്തെയും പശ്ചിമേഷ്യയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച വിവിധ പദ്ധതികൾക്ക് സമുദ്രമേഖലയിൽ അടിത്തറ ഒരുക്കുക എന്ന ലക്ഷ്യവും ഭാരതത്തിനുണ്ട്. ഈ ചെറുദ്വീപ് രാജ്യങ്ങളുമായി സഹകരിക്കുന്നതിന്റെ മറ്റൊരു പ്രധാന ലക്ഷ്യം ഭാരതത്തിന്റെ തീരദേശ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നതാണ്. 2013 മുതൽ ആരംഭിച്ച ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് വഴി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട്. ഇതിനു പുറമെ ഭാരതത്തെ സൈനികമായി വളയുന്ന സ്ട്രിംഗ് ഓഫ് പേൾസ് തന്ത്രത്തിനും ഒരു മറുപടി എന്നോണമാണ് സാഗർ പദ്ധതി ഭാരതം ആരംഭിച്ചത്. ചൈനയുടെ വ്യാപാരത്തിന്റെ വലിയൊരു പങ്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടന്നു പോകുന്നതിനാൽ മേഖലയിൽ ഭാരതത്തിന്റെ സാന്നിധ്യം വർദ്ധിപ്പിച്ച് ചൈനയ്ക്കൊരു വെല്ലുവിളി സൃഷ്ടിക്കാനും ഒപ്പം ഈ രാജ്യങ്ങളുമായി ചൈന കൂടുതൽ അടുക്കുന്നത് തടയിടാനും ഭാരതത്തിന് ഇതിലൂടെ സാധിക്കും. ഇത് പാകിസ്ഥാനുമായി ചേർന്നുകൊണ്ട് പാക് അധീന കാശ്മീരിലും കൂടാതെ വടക്കു കിഴക്കൻ മേഖലയിലും ചൈന നടത്തുന്ന പ്രവൃത്തികൾക്ക് ഒരു മറുപടി കൂടിയാണ്. ഇതിന്റെ ഭാഗമായി നിലവിൽ തന്നെ ജപ്പാൻ, ഓസ്ട്രേലിയ, US, ബംഗ്ലാദേശ്, മ്യാൻമാർ, ഇന്തോനേഷ്യ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളുമായി സഹകരിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പെട്രോളിംഗും നാവിക അഭ്യാസങ്ങളും ഭാരതം നടത്തുന്നുണ്ട്. കൂടാതെ ഈ രാജ്യങ്ങളുമായി പൊതുവായുള്ള സഹകരണത്തിനും ഭാരതം താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഉദാഹരണത്തിന് കോവിഡ് സമയത്ത് ഭാരതത്തിന്റെ INS കേസരി മാലിദ്വീപ്, മൗറീഷ്യസ്, മഡഗാസ്കർ, കൊമോറോസ്, സീഷെൽസ് എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച് സഹായങ്ങൾ നൽകിയത് ഈ രാജ്യങ്ങളിൽ പരക്കെ പ്രശംസിക്കപ്പെട്ടിരുന്നു. 7500 മൈലോളം 55 ദിവസങ്ങൾ സഞ്ചരിച്ചാണ് ഈ രാജ്യങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു നൽകിയത്. ഇവയ്ക്കു പുറമെ പ്രകൃതി ദുരന്തങ്ങൾ, കടൽക്കൊള്ള, തീവ്രവാദം തുടങ്ങിയ സമുദ്ര ഭീഷണികൾ നേരിടുന്നതിന് ഈ രാജ്യങ്ങളുമായുള്ള കൂട്ടായ പ്രവർത്തനത്തിനും ഭാരതം ശ്രമം നടത്തുന്നു. ഒപ്പം സമുദ്രവുമായി ബന്ധപ്പെട്ട് ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥ വിപുലപ്പെടുത്തുന്നതിനും ഭാരതീയർക്ക് മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുക എന്നതുമാണ് ഈ രാജ്യങ്ങളുമായി സഹകരിക്കുന്നതിന് പിന്നിലെ പ്രേരണ. മറ്റൊരു പ്രധാന പ്രത്യേകത മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ സാന്നിധ്യമാണ്. കടുത്ത ഭാരത വിരുദ്ധനും ചൈന സ്നേഹിയുമായ മൊയ്സു ഭാരത വിരുദ്ധത പ്രചരിപ്പിച്ചാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. 2 തവണ ഭരിച്ചതിനു ശേഷം മോദി സർക്കാർ സ്വാഭാവികമായും പുറത്തു പോകുമെന്ന ധാരണയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഭാരതവുമായുള്ള ബന്ധം വഷളാവുന്ന തരത്തിൽ ചില പ്രസ്താവനകളും നയങ്ങളും സ്വീകരിച്ചിരുന്നു. എന്നാൽ NDAക്ക് ഭൂരിപക്ഷം കിട്ടിയതോടെ മോദിയെ അഭിനന്ദിച്ച് അദ്ദേഹം ആദ്യം തന്നെ രംഗത്ത് വന്നത് മേഖലയിലെ ശക്തമായ സാന്നിധ്യമായി ഭാരതം ഇനിയും മോദിയുടെ നേതൃത്വത്തിൽ തുടരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്.
മാലിദ്വീപുമായി സഹകരണത്തിനാണ് ഭാരതത്തിന് താല്പര്യമെന്ന സന്ദേശമാണ് മൊയ്സുവിനെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചതിലൂടെ മോദി നൽകിയത്. അങ്ങനെ സത്യപ്രതിജ്ഞ ചടങ്ങിനെയും ഭാരതത്തിന് ഗുണമാകുന്ന തലത്തിൽ ഉപയോഗിക്കുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധിച്ചു. കൂട്ടുകക്ഷി ഭരണമാണെങ്കിൽ പോലും കേന്ദ്രത്തിൽ ശക്തമായൊരു സർക്കാരായിരിക്കും ഉണ്ടായിരിക്കുക എന്നതിന്റെ സൂചനയാണ് ഇത് നൽകുന്നത്. ഏത് സർക്കാരായിരുന്നാലും രാജ്യത്തിന്റെ നയം ഒന്നു തന്നെയായിരിക്കും എന്നൊക്കെ വാദിക്കാമെങ്കിലും DMKയുടെ ഭീഷണിക്ക് വഴങ്ങി കോമൺവെൽത്ത് രാജ്യത്തലവന്മാരുടെ സമ്മേളനത്തിനായുള്ള 2013 ശ്രീലങ്കൻ സന്ദർശനത്തിൽ നിന്നും അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പിന്മാറിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇതാണ് ചൈനയ്ക്ക് ശ്രീലങ്കയുമായി കൂടുതൽ അടുക്കുവാൻ അവസരം ഒരുക്കി നൽകിയതും അതിനു മുൻപ് ഹീബൻടോട്ട് തുറമുഖം സ്വന്തമാക്കിയതും ഭാരതത്തിന് ഒരു സുരക്ഷാ ഭീഷണിയായി മാറിയതും. തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് 2015 ശ്രീലങ്ക സന്ദർശിച്ചത്. 28 വർഷത്തിന് ശേഷം ഒരു ഭാരത പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യത്തെ സന്ദർശനമായിരുന്നു അത്. ഒരു മികച്ച തുടക്കമാണ് രാജ്യത്തിന്റെ വിദേശ നയത്തിൽ 3ാം മോദി സർക്കാർ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വരും ദിനങ്ങളിൽ 2ാം മോദി സർക്കാർ തുടങ്ങിയ വിവിധ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാനും പുതിയ നയങ്ങളും നീക്കങ്ങളും തന്ത്രങ്ങളും നമ്മുടെ വിദേശ നയത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർക്കുമെന്നും പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.